അപ്പോൾ ഇന്ന് അവലോസുവടി മിക്കവാറും ഷോപ്പുകളിൽ നിന്നൊക്കെയാണ് നമ്മൾ വാങ്ങിക്കാറ്. വീടുകളിൽ ഉണ്ടാക്കുന്നതൊക്കെ ഒരുപാട് കുറവാണ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അവലോസുവടി നമ്മുടെ വീടുകളിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നതാണ്. ഞാൻ മൈമ സൈമൺ. വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇപ്പോൾ അവലോസുവടിയിലെ മെയിൻ ചേരുവ എന്ന് പറയുന്നത് അരിയും തേങ്ങായുമാണ്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തു വെച്ചേക്കുന്നത് 2 കപ്പ് അരിയാണ്. അപ്പോൾ 2 കപ്പ് അരിക്ക് നമുക്ക് 2.5 കപ്പ് തേങ്ങയാണ് എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് അരി നമ്മൾ കുതിർത്ത് വെക്കുക. 1 മണിക്കൂറെങ്കിലും മിനിമം കുതിർത്ത് വെക്കുക. അതിനുശേഷം ഇത് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഓൾറെഡി കുതിർത്ത് വെച്ച അരിയാണ്, കുതിർത്ത് വെള്ളം കളഞ്ഞ് വെച്ചേക്കുന്ന അരിയാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ചുമന്ന അരി ഉപയോഗിക്കാം, പച്ചരി ഉപയോഗിക്കാം, പൊന്നിയരി ഉപയോഗിക്കാം, അല്ലെങ്കിൽ സോനാ മസൂരി പോലത്തെ അരി ഉപയോഗിക്കാം. ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതാദ്യം പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഫൈനായിട്ട് പൊടിഞ്ഞു പോലെ നല്ല തരിയോടുകൂടെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഞാൻ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒത്തിരി വലിയ ക്വാണ്ടിറ്റി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മില്ലൊക്കെ കൊടുത്ത് വിട്ടിട്ട് ഇത് ചെയ്തെടുക്കാം. മൂന്നോ 4 പ്രാവശ്യം ഇങ്ങനെ പൾസ് ചെയ്തെടുത്തു. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നല്ല തരിയോടുകൂടെയുള്ള അരിപ്പൊടി. ഇതൊരു ബോളിലേക്ക് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള ഈ ഫുൾ അരി ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരി മൊത്തം പൊടിച്ചു വെച്ചു. ഇനി നമുക്കിത് രണ്ടും കൂടെ നനച്ചെടുക്കണം. അരിയും തേങ്ങയുടെ നനച്ചെടുക്കണം. 2 കപ്പ് അരിയിലേക്ക് ഒരു 2.5 കപ്പ് തേങ്ങ ചേർക്കാം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുകയാണ്. ചേർത്ത് നന്നായിട്ടൊന്ന് നനച്ച് വെക്കുക. രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ ആദ്യം ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ ഇപ്പം അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ വലിയ കട്ടകളൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്യാം. ഇതേപോലെ നനച്ച് 1-2 മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ വെക്കുക. സമയമില്ലെങ്കിൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ നനച്ച് വെക്കുക. അപ്പോൾ നമ്മൾ നനച്ച 1 മണിക്കൂറോളം മാറ്റി വെച്ചേക്കുമായിരുന്നു. ഇനി നമുക്ക് നന്നായിട്ട് ഇത് വറുത്തെടുക്കണം. എന്തേലും ചൂട് കട്ടിയുള്ള ഏതെങ്കിലും പാത്രം ഉപയോഗിക്കുക. ഉരുളിയാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ മില്ലിൽ കൊടുത്ത് വിട്ടിട്ടും ഈ ഒരു പ്രോസസ്സ് ചെയ്യാം. വറുത്തെടുക്കാം. ഉരുളി ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഏലക്ക ഫ്ലേവർ കൊടുക്കാനായിട്ടുണ്ട്. 4 കഷ്ണം ഏലക്ക, 1 ടീസ്പൂൺ ജീരകം, 1 കഷ്ണം ചുക്ക്. ഇതിട്ടൊന്ന് പൊട്ടിത്തുടങ്ങും. പൊട്ടിത്തുടങ്ങുമ്പോൾ നമ്മൾ നനച്ച് വെച്ചേക്കുന്ന ഈ പൊടി ഇതിനകത്തേക്ക് ചേർക്കാം. ഇത് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ ഇത് വറുത്തെടുക്കണം. എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ അരിയും തേങ്ങയോടെ നനച്ച ശേഷം ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കുക. ഞാൻ ഇപ്പോൾ 1 ടീസ്പൂണാണ് ഇട്ടിരുന്നത് ഉപ്പ്. ഇപ്പോൾ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 15-20 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഡ്രൈ ആയി. പക്ഷേ ഇനി കളർ മാറണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ കിട്ടണം. അതുവരെ റോസ്റ്റ് ചെയ്യുക. ഞാൻ ചെറിയ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ അവലോസുവടി അത്യാവശ്യം മൂത്തു. ഒരു 90% ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇതിനകത്ത് കുറച്ച് വലിയ കഷ്ണങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം ഒരുപോലെ ബ്രൗൺ ആവാനായിട്ട് ഈ ഒരു സ്റ്റേജിൽ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത ശേഷം ഇത് ഒരു അരിപ്പയിൽ, ഇച്ചിരി വലിയ ഹോൾസ് ഉള്ള അരിപ്പയിൽ ഇതൊന്ന് തള്ളിയെടുക്കണം. നമ്മൾ അവലോസുവടിക്ക് ഒത്തിരി ഫൈൻ ആക്കത്തില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന രീതി, എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഒത്തിരി ഫൈൻ ആക്കത്തില്ല. ഇച്ചിരി തരിയുള്ള രീതിയിലാണ് എടുക്കുക. അപ്പോൾ ഈ ഒരു അരിപ്പയിലിട്ട് തള്ളിയെടുത്ത് അതിനകത്ത് വലിയ കഷ്ണങ്ങളെല്ലാം വീണ്ടും മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതേപോലെ വീണ്ടും വറുത്തെടുക്കണം. ഇതൊന്ന് കൂളാവട്ടെ. ഈ മിക്സറെല്ലാം നന്നായിട്ട് കൂളായി. ഇനി ഇത് അരിപ്പയെ കൂടെ തള്ളിയെടുക്കണം. പിന്നെ അത് വലിയ കഷ്ണമായിട്ടുള്ള തേങ്ങ ഉണ്ടാവും, പിന്നെ സ്പൈസസ് ഉണ്ട്, അതെല്ലാം പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല നമ്മൾ അരി പൊടിക്കുമ്പോഴും ചിലപ്പോൾ ഈവൻ ആയിരിക്കത്തില്ല, പല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് തള്ളിയെടുക്കുക.
നമ്മൾ ഈ തള്ളി എടുക്കുമ്പോൾ അവലോസ് പൊടിയുടെ തരി എന്ന് പറഞ്ഞാൽ അവരവരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ചിലർക്ക് വളരെ ഫൈനായിട്ടായിരിക്കും ഇഷ്ടം. അങ്ങനെയാണ് ഫൈനായിട്ട് എടുക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അരിപ്പയുടെ തട്ട് അതിനനുസരിച്ചുള്ള ഇട്ട് കൊടുക്കുക. പല വലുപ്പത്തിൽ കിട്ടുമല്ലോ നമുക്ക്. ഈ വലിയ പീസുകളെല്ലാം കൂടെ നമുക്കൊന്നുകൂടെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇട്ടതിനകത്ത് കുറച്ച് ജീരകമൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മിക്സറോടെ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കുകയാണ്. വളരെ ലൈറ്റായിട്ടൊന്ന് പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ ആ ജീരകത്തിൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടാണ്ട് വരും. ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് പൊടിക്കത്തുള്ളൂ, ജീരകം ഒന്ന് പൊടിയാനായിട്ട്. ഈ ഒരു പരുവത്തിൽ ഇപ്പം നമുക്ക് അവലോസ് പൊടിയുടെ ഒരു മണമൊക്കെ കിട്ടുക. ഇതേപോലെ ബാക്കിയുള്ളത് ഫുള്ള് ഒന്ന് ലൈറ്റായിട്ട് പൊടിച്ചെടുക്കുക. ഇത് മൊത്തം നമ്മൾ പൊടിച്ചെടുത്തു. വീണ്ടും പാൻ ഹീറ്റ് ചെയ്യുക. ഈ രണ്ടാമത് ചെയ്ത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പൊടിക്കുമ്പോൾ, ആദ്യം അരിച്ചെടുക്കുമ്പോൾ കുറേ പീസസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നന്നായിട്ട് മൂത്തിട്ടുണ്ടല്ലോ, തേങ്ങയുടെ പീസുകളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത് ഈ റോസ്റ്റിംഗ് ചെയ്യുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ അവലോസിൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാണ്ടിരിക്കും. ഇച്ചിരിയെങ്കിലും വെള്ളമായമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കനച്ചു. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഈ രണ്ടാമത്തെ റോസ്റ്റിംഗ് ചെയ്യുന്നത്. ഉരുളി ചൂടാകുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ എള്ള് ചേർക്കാം. എള്ള് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത് പൊടിക്കുമ്പോഴത്തേക്ക് എല്ലാം പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് എള്ള് ലാസ്റ്റ് ഇടുന്നത്. ഇത് പൊട്ടി തുടങ്ങുമ്പോൾ റോസ്റ്റഡ് ആവണം. ആവുമ്പോൾ നമുക്ക് ഈ പൊടിനകത്തേക്ക് വീണ്ടും ഇടാം. നമ്മുടെ ഇഷ്ടം പോലെ 1.5-2 ടീസ്പൂണൊക്കെ ചേർക്കാം. എൻ്റെ വീട്ടിലൊക്കെ അമ്മ 365 ഡേയ്സ് നമ്മുടെ വീട്ടിൽ എപ്പോഴും അവലോസ് പൊടി എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോഴൊക്കെ പെട്ടെന്ന് അവലോസ് ഉണ്ട പിടിക്കാനായിട്ടൊക്കെ നല്ലതാണ്. കൂടാതെ നമുക്ക് 4 മണിക്ക് വേറെ കഴിക്കാനൊന്നും ഇല്ലെങ്കിൽ ഈ അവലോസ് പൊടിയിലേക്ക് കുറച്ച് ഷുഗറും പഴമൊക്കെ ഇട്ട് കുഴച്ച് നമ്മൾ കഴിക്കാറുണ്ട്. അങ്ങനെ എപ്പോഴും അവലോസ് പൊടി എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. കുറേ നാൾ ഇരിക്കുന്നതുകൊണ്ട് ഉണ്ടാക്കി വെച്ചാൽ എപ്പോഴും കൺവീനിയൻ്റ് ആണ്. ഇപ്പം രണ്ടാമത് നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു മണം, റോസ്റ്റഡ് മണം വരും. ആ സമയമാകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക. ശകലം എടുത്ത് കടിച്ചു നോക്കും, നല്ല ക്രിസ്പായിട്ട് തന്നെ ഇരിക്കും. ആ ഒരു പരുവത്തിൽ ഓഫ് ചെയ്യുക. അവലോസ് പൊടി റെഡിയാണ്. ഇത് കൂളായി കഴിയുമ്പോൾ നമുക്ക് ബോട്ടിലിട്ട് സ്റ്റോർ ചെയ്യാം. ചുക്കിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ നല്ല മണമുള്ള അവലോസ് പൊടി. അപ്പോൾ ഈ അവലോസ് പൊടി നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ്. ഇതിൻ്റെ കൂടെ പഞ്ചസാരയും കുറച്ച് പഴവും കൊണ്ടിട്ട് കുഴച്ച് കഴിക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ പഞ്ചസാരയും ഈ അവലോസ് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിച്ചാലും നല്ലതാണ്. ഞാനൊക്കെ ഹോസ്റ്റലിലൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും അവലോസ് പൊടിയും കുറച്ച് പഞ്ചസാരയുടെ മിക്സ് ചെയ്തുകൊണ്ട് കൊണ്ടും അപ്പോൾ ആ വിശക്കുന്ന സമയത്തൊക്കെ അതെടുത്ത് കഴിക്കുമായിരുന്നു. നല്ല രുചിയായിരുന്നു. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുക. പഴയ കാലങ്ങളിലൊക്കെ എപ്പോഴും എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ഒരു സാധനമാണ് അവലോസ് പൊടി. പക്ഷേ അടുത്ത ജനറേഷനിലേക്ക് അത് പാസ് ഓൺ ചെയ്യാനും കൂടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.